ഈ പ്രേമം യഥാർത്ഥമാണോ അല്ലയോ എന്നറിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാമായിരുന്നു. യാഥാർത്ഥ്യമാണ്. പറിച്ചു നട്ടാലും പറങ്കി മാങ്ങാ പോലെ മുളച്ചു പൊങ്ങുന്ന അപൂർവ സാഗര സംഗമം. പാട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും എന്നവളുടെ അച്ഛൻ പറഞ്ഞാലും പിന്മാറാതെ പിടിച്ചു നിൽക്കാൻ സാറിന് ധൈര്യമുണ്ടോ? ഉണ്ടടാ പട്ടി എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല. എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അച്ചായൻ ഈ മൊന്തയിലെ പാലുകൂടി ഒന്ന് നിർത്തരുതോ? ത്രേസ്യ കൊച്ചു ഗ്ലാസ്സിൽ ഒഴിച്ചു തരുമായിരുന്നല്ലോ. ഇങ്ങനെ കുടിക്കുന്നതാ എനിക്കിഷ്ടം. നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നായിക്കോലം കെട്ടിയാ കുറയ്ക്കണോന്നുണ്ട് പഴഞ്ചൊല്ല്. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം എന്നും ഉണ്ട് ഒരു പഴഞ്ചൊല്ല്. നായിന്റെ മോനെ ഉണ്ടായതാ നായിന്റെ മോനെ എന്നൊരു പഴഞ്ചൊല്ലില്ല. എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ ഹോം മിനിസ്റ്റർ ആണല്ലോ ഉത്തരം പറയുന്നത്. ഞങ്ങളുടെ ചോദ്യം ചീഫ് മിനിസ്റ്ററോടാണ്. ചോദിച്ചോ. പുതിയ മന്ത്രിസഭയുടെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ പൗരന്മാർക്ക് മുഖ്യമന്ത്രി എന്താ തരാൻ ഉദ്ദേശിക്കുന്നത്? വാ തുറന്ന് എന്തെങ്കിലും പറയണം. എല്ലാവർക്കും ഞാൻ ഓരോ പഴം തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാറുണ്ട്, സംസാരിച്ചു. ഞാനൊരു തടസ്സമാകുന്നില്ല. എവിടെ വീട്? കംഫർട്ടബിൾ അല്ലേ? അല്ല, ഞാൻ അരവിയുടെ അമ്മയാണ്. കുട്ടേട്ടാ, എന്താടി? ഒന്നുമില്ല, വെറുതെ. ഓഹോ, ഞാൻ വിചാരിച്ചു വള്ളം നിർത്താനായിരിക്കുന്നു. നിനക്ക് അപ്പിയിടാൻ.